ലൈവില് നമ്മുടെ സീക്രട്ട് റൂമിൽ നിന്ന് നോറ വന്നത് ഒരു പ്രേതത്തിന്റെ ഫീലാണ്. ഫീലായിട്ടല്ല, പ്രേതമായിട്ടാണ്. ഫ്രണ്ടില് ഗാർഡൻ ഏരിയയുടെ അവിടെ ഇങ്ങനെ പുതപ്പെട്ടിരിക്കുന്നു. പക്ഷെ ബിഗ് ബോസിനും പറ്റിയൊരു മണ്ടത്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്രയും ദിവസം നിന്ന കണ്ടസ്റ്റന്റ് അല്ലേ, അപ്പോ ഒരു ഫുൾ ഇതിട്ടിട്ട് ഒരു സൗണ്ടിൽ പോലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ലൈക്ക് രതീഷിന്റെ അറിഞ്ഞ പോലെ. അപ്പൊ അവിടെ സായും ജാസ്മിനും മറ്റേ കണ്ടസ്റ്റന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, നിന്റെ മുടി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീയാണെന്നുള്ളത്. അപ്പോൾ ഇത്തവണത്തെ സീസൺ ഇപ്പൊ 6 ആയില്ലേ, അപ്പൊ കുറച്ചൊക്കെ ആൾക്കാർക്കും ഈ ഒരു ബിഗ് ബോസിന്റെ ഫേവറിസവും അല്ലെങ്കിൽ ഒത്തുകളിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് ആൻഡ് ആസ് എ റിവ്യൂവർ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇത്. അപ്പൊ എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം അതിൽ ചില കമന്റ്സ് ഞാൻ കണ്ടു, നോറ പോയതിൽ സന്തോഷിക്കുകയും തിരിച്ചു വന്നപ്പോൾ ദേഷ്യം, ഒരു കുശുമ്പ് കുനിട്ട് തോന്നി ജാസ്മിന്, നിങ്ങൾക്ക് തോന്നിയവരുണ്ടോ എന്നൊക്കെ ചോദിച്ച കമന്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസിന് എത്ര വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ഒരു അത്രയും ഭാരം കുറഞ്ഞു എന്നുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷെ എനിക്കും കൺഫ്യൂഷനായി, ഇവരിപ്പോ ആരെ പുറത്താക്കും ആരെ ഇന്നാക്കും. ശ്രീധുവിന്റെ കാര്യത്തിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. കാരണം തമിഴ്നാട് കത്തും മിക്കാറും ശ്രീധുവിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ. കാരണം ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിന്നിട്ടും ആ കൊച്ചു ഇത്രയും ഇതായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മ അതിന് വോട്ട് മറിഞ്ഞിട്ടാന്നുള്ള കാര്യം ചിന്തിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് ഇനിയിപ്പോ 3 പെൺകുട്ടികളുടെ കാര്യത്തിൽ ഏകദേശം ടൈറ്റ് ആണ്. അപ്പൊ സീക്രട്ട് റൂമിൽ ഒരു സെക്കൻഡ് ഇരുത്തി എന്ന സെക്കൻഡ് അല്ല, കുറച്ച് കഴിഞ്ഞ തവണ നമ്മൾ സീക്രട്ട് റൂമിൽ ഇരുത്തിയത് സെറീനയാണ്. അപ്പൊ ഇത്തവണ അത് കഴിഞ്ഞതിന് ശേഷം റെനീഷായിട്ട് കുറച്ച് ഇഷ്യൂസും ഹഗ് ചെയ്തപ്പോ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോറ പുറത്തായി എന്ന് വിശ്വസിച്ച് സമാധാനിച്ചിരുന്നവരും വിഷമിച്ചിരുന്ന പ്രേക്ഷകർക്കും കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും തിരിച്ചടിയായിട്ട് നോറ ലൈവിൽ വന്നിട്ടുണ്ട്. യക്ഷയായിട്ട് തന്നെയാണ് കയറി വന്നിരിക്കുന്നത്, പ്രേതമായിട്ട് തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. പ്രേതമായിട്ട് തന്നെ വന്ന് ഇൻവിസിബിൾ ആയിട്ട് തന്നെ ബിഗ് ബോസ് പുറത്തേക്ക് ആക്കുക. ഓക്കെ മോളെ സന്തോഷമായില്ല, ഒന്നുകൂടി കണ്ടിട്ട് പോയിക്കോ എന്നുള്ള രീതിയിലാണോ കാര്യങ്ങൾ വച്ചേക്കണേന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബിഗ് ബോസിന്റെ മാറ്റിപ്പിടുത്തം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്.